ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളെ സ്വന്തം പാത്തു. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട വിഷയത്തെക്കുറിച്ചാണ്. അപ്പോൾ ഇനി ഗ്യാസിൽ കുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് നമുക്കൊരു ഐഡിയ ഉണ്ട്. ഇന്ന് വിറകുടുപ്പ് തന്നെ കുക്ക് ചെയ്യാം ഗായ്സ്. ഇന്ന് എല്ലാവരും നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് ഗ്യാസ് ക്രൈസിസ് അല്ലേ ഗൈസ്? എനിക്കും ഇപ്പോൾ ഗ്യാസ് ഇല്ല. യൂട്യൂബിന് വേണ്ടി ഓരോ പരീക്ഷണങ്ങളും ചെയ്തു, അങ്ങനെ എൻ്റെ ഗ്യാസ് തീർന്നു ഗൈസ്. നിങ്ങൾക്കറിയോ ഗൈസ്, ഇത് ഞാനൊരു ദിവസം പുറത്തു പോയി വരുമ്പോൾ വാങ്ങിയതാണ്, പക്ഷേ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. ഇപ്പോഴാണ് അതിനുള്ള അവസരം കിട്ടിയത് ഗൈസ്. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ ചട്ടിച്ചോറാണ്. ഗ്യാസ് ഇല്ലെങ്കിലും ഇത് വിറകുടുപ്പിൽ സൂപ്പറായി ഉണ്ടാക്കാം. ഇതിനുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ തുടങ്ങാം ഗൈസ്. ആദ്യമായി നമുക്ക് ചോറ് തയ്യാറാക്കാം. അതിനായി അടുപ്പിൽ നേരത്തെ തന്നെ തീ കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ചട്ടിയിലേക്ക് വെള്ളം ഒഴിക്കാം ഗൈസ്. വെള്ളം നന്നായി തിളച്ച് വരുന്നു. ഇപ്പോൾ ഇതിലേക്ക് കഴുകി വെച്ച അരി ചേർക്കാം. ശേഷം ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ചോറ് പോകുമ്പോൾ തന്നെ സമയം കളയണ്ടല്ലോ ഗൈസ്, അതുകൊണ്ട് നമുക്കിതൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കാം. അപ്പോൾ പിന്നെ കുക്കിംഗ് വളരെ ഈസി ആയിരിക്കും ഗൈസ്. നോക്കൂ, ചോറ് നന്നായി റെഡിയായി. ഇനി ഇതൊന്ന് ഊറ്റിയെടുക്കാം ഗൈസ്. ഇനി ചെമ്മീൻ റെഡിയാക്കാം. ഇതിലേക്ക് മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, അല്പം വെളിച്ചെണ്ണ ചേർക്കാം. അതിനുശേഷം നന്നായി മിക്സ് ചെയ്ത് വെക്കാം. എത്ര പെട്ടെന്നല്ലേ ഗൈസ് വിറകുടുപ്പിൽ ചോറായത്. അതുപോലെ നമുക്കിനി ചെമ്മീൻ ഗ്രേവിയും തയ്യാറാക്കാം ഗൈസ്. ചീനച്ചട്ടി നന്നായി ചൂടായി. ഇപ്പോൾ ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിക്കാം ഗൈസ്. ഇനി സവാള ചേർക്കാം. ഇത് നന്നായി സോഫ്റ്റ് ആവുന്നത് വരെ വഴറ്റണം. കുറച്ച് ഗോൾഡൻ കളർ ആയാൽ മതിയാവും ഗൈസ്. ഇനി നമ്മുടെ സ്പൈസസ് ആഡ് ചെയ്യാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അല്പം ഗരം മസാല, ഉപ്പും ചേർക്കാം. ഇത് നന്നായി മിക്സ് ചെയ്ത് വഴറ്റണം ഗൈസ്. ഇപ്പോഴാണ് മെയിൻ പാർട്ട്. ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇതിലേക്ക് ചേർക്കാം. ഇത് നന്നായി മിക്സ് ചെയ്താൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ഇപ്പൊ തന്നെ സ്മെൽ അടിപൊളിയാണ് ഗൈസ്. ലാസ്റ്റായി അല്പം മല്ലിയില ചേർക്കാം. ഇത് ചേർത്താൽ ഒരു ഫ്രഷ് സ്മെല്ല് കിട്ടും. ഇനി ഒന്ന് മിക്സ് ചെയ്താൽ നമ്മുടെ ഗ്രേവി റെഡി ഗൈസ്. ഇനി കാണാം മാജിക്. ഈ ഗ്രേവിയിലേക്ക് ചോറ് ചേർത്താൽ ടേസ്റ്റ് നെക്സ്റ്റ് ലെവൽ ആയിരിക്കും. വായിൽ ഇപ്പൊ തന്നെ വെള്ളം ഊറുന്നു ഗൈസ്. ഇപ്പൊ നോക്കൂ, നമ്മുടെ ചോറ് നൈസായി ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഗ്രേവി ഒന്നും ഇല്ലാതെ മസാല എല്ലാം നന്നായി കൗട്ട് ആയിട്ടുണ്ട്. ഇതാണ് പെർഫെക്റ്റ് സ്റ്റേജ്. അപ്പൊ ഗൈസ്, നമ്മുടെ ചെമ്മീൻ ചട്ടിച്ചോറ് റെഡിയായി. ഇനി ഇത് സെർവ് ചെയ്യാം. വാഴയിലയിൽ സെർവ് ചെയ്താൽ ടേസ്റ്റ് കൂടും ഗൈസ്. എത്ര പെട്ടെന്നല്ലേ നമ്മൾ ചെമ്മീൻ ചട്ടിച്ചോറ് റെഡിയാക്കിയത്. അതുപോലെ നമുക്ക് ഏത് സിറ്റുവേഷനും ഈസിയായി മാനേജ് ചെയ്യാൻ പറ്റും ഗൈസ്. ഞാൻ ഇനി ഫുൾ അടുപ്പിലാണ് കുക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് വരാം. അപ്പോൾ ഓക്കെ, ബൈ. എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.